ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ പപ്പിക്കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് ചിക്കനുണ്ട്, ചിക്കൻ കഷ്ണങ്ങളാണ്. ചിക്കൻ കഷ്ണങ്ങളിൽ കൂടി കുറച്ച് ക്യാരറ്റിൻ്റെ പീസ് കേട്ടോ, കുറച്ച് ക്യാരറ്റിൻ്റെ പീസ്, അതുപോലെ തന്നെ പൊട്ടറ്റോ. നമുക്ക് പച്ചക്കറി എന്തൊക്കെയാണോ അവർക്ക് തിന്നുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് തൈരിൽ അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഉപ്പൊന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ, ഉപ്പൊന്നും ചേർക്കത്തില്ല. ഒരു ശകലം ഒരു നുള്ളു മഞ്ഞപ്പൊടി മാത്രമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. മനസ്സിലായോ? ഇത് ഇതാക്കണ്ട. അപ്പോൾ ചിക്കൻ്റെ നല്ല പീസ് കഷ്ണങ്ങളാണ് ഇത്. കുറച്ച് വെള്ളത്തിൽ ക്യാരറ്റും പൊട്ടറ്റയും നമുക്ക് എന്താ പറയേണ്ടത്, ഇവർക്ക് ഇതിനകത്തൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഒരു അസാര മഞ്ഞപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നും ചേർക്കില്ല. ഇത് നന്നായിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഇവർക്കിത് പേസ്റ്റ് പോലെ അരച്ചിട്ടാണ് ഇവർക്ക് ഞാൻ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. ഇവർക്കിതിൽ ചിക്കൻ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ ചോറ് കൂട്ടി അരച്ചിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അല്ല, ചിക്കൻ മാത്രം നമ്മൾ കൊടുത്താൽ മുതലാവത്തില്ലല്ലോ. അപ്പോൾ ചിക്കനും ക്യാരറ്റും പൊട്ടറ്റയും പിന്നെ അതിൻ്റെ ജ്യൂസും നമ്മൾ വെള്ളത്തിൽ വേവിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതിൽ വരുന്ന സൂപ്പിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും ചോറും കൂടി എല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് വേണം, ഉപ്പിടാതെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതവർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആഴ്ചയിലൊരുക്ക മീനും കൊടുക്കാറുണ്ട് കേട്ടോ. മീനും ഉപ്പിടാതെ വേവിച്ചിട്ട് അവർക്ക് എന്താ പറയുക, ചോറിൻ്റെ കൂടെ അവർക്ക് ഇതുപോലെ അരച്ചവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇടവിട്ട് മുട്ട, പിന്നെ പഴം, ഇതൊക്കെ അവർ കഴിക്കും. പിന്നെ നമുക്ക് മീനും ഇറച്ചിയും ഒക്കെ തിന്നാൻ എപ്പോഴും കൊടുക്കാൻ കപ്പാസിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അവരെ പച്ച ചോറും കൊടുത്ത് അവരെ പഠിപ്പിക്കണം. പിടിക്കിരിയും ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർ പച്ച ചോറും ഒക്കെ കൊടുത്ത് തന്നെയാണ് അവരെ വളർത്തേണ്ടത്. അപ്പോഴേ അവർ എല്ലാ ആഹാരം കഴിച്ചിട്ട് വളരണം. പക്ഷേ ഒരു ദിവസം നമുക്ക് ചിക്കനോ മട്ടനോ മീനോ ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ അവർ കുടിക്കണ്ടേ, അവർ തിന്നണ്ടേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അവരെ കൊടുത്ത് അവർ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അവർ പഴം തിന്നും, മുട്ട തിന്നും, മീൻ തിന്നും, പച്ച ചോറാണെങ്കിലും അതും കഴിക്കും. എന്ത് വേണമെങ്കിലും ഈ മക്കളുമാർ കഴിക്കും. പഴുത്ത പപ്പയ്ക്ക തിന്നും, അങ്ങനെ എല്ലാം തിന്നും. കണ്ടില്ലേ? ബാക്കിയുള്ള നമ്മൾ ഓരോരുത്തരെ വിളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും കാത്തുകെട്ടി നിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ കൊടുക്കും. പിന്നെ ഇപ്പം നമ്മളെ ഡയാനക്കുട്ടി മക്കൾക്ക് പാല് കൊടുക്കുന്നതൊക്കെ വളരെ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്കറിയാം മക്കളുമാരൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല പല്ലൊക്കെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ പാല് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവൾ വല്ലപ്പോഴും ദിവസത്തിൽ ഒരു നേരമോ 2 നേരമൊക്കെ അവൾ പാല് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുട്ടികൾ വലുതായി നമുക്ക് തന്നെ അറിയാം. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ വലിയ കുട്ടികളായ സ്ഥിതിക്ക് അവളെ പാല് കുടിക്കുമ്പോഴും അവൾക്ക് വേദനയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മക്കളുമാരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ ചിലപ്പോൾ പാല് കുടിക്കാൻ വരുമ്പോൾ അവൾ ആട്ടി ഓടിക്കും, അവൾ മുറിവി ഇവരെ ഓട്ടിക്കും. അപ്പോൾ ഇടവിട്ട് മാത്രമേ അവളിപ്പോൾ പാല് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മക്കളുമാർക്ക് ഇപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവൾ പാല് കുടിയൊക്കെ അവരെയൊക്കെ പതുക്കെ മാറ്റാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബും തരാൻ മറക്കല്ലേ.